നമ്മുടെ തലമുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ ഈ ഒരൊറ്റ ഹെയർ പാക്ക് മതി കേട്ടോ. മുടി കൊഴിച്ചൽ, അതുപോലെ തന്നെ താരൻ, പിന്നെ തലമുടി ചൊറിച്ചൽ, അതൊക്കെ മാറാൻ ഈ ഒരു ഹെയർ പാക്ക് മതി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമ്മുടെ ഹെയർ പാക്ക് തയ്യാറാക്കാനായി വേണ്ടത് മുരിങ്ങേൻ്റെ ഇലയാണ് കേട്ടോ. മുരിങ്ങയില എന്ന് പറഞ്ഞാൽ ഒരുപാട് പോഷകഗുണമുള്ളൊരു ഇല തന്നെയാണ് മുരിങ്ങേൻ്റെ ഇല. ധാരാളം മിനറൽസും വിറ്റാമിൻസും ഒക്കെ അടങ്ങിയതാണ് നമ്മുടെ മുരിങ്ങേൻ്റെ ഇലയിൽ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വേണ്ട, പകുതി എടുത്താൽ മതി. നമ്മുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഇത്രത്തോളം മതിയാവും കേട്ടോ. കുറേ നീളമുള്ള മുടിയുള്ളവരാണെന്ന് വെച്ചാൽ അത് ഫുള്ള് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ വലിയ തണ്ട് മാത്രം കളയേണ്ടുള്ളൂ. ചെറിയ ചെറിയ നാരുള്ളതൊന്നും കളയേണ്ടതില്ല. അത് മിക്സിയിൽ അടിക്കുമ്പോൾ നല്ല പേസ്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ നാരിലും ഒരുപാട് പോഷകഗുണമുള്ളത് തന്നെയാണ്. അപ്പോൾ നാരൊക്കെ എടുക്കാട്ടോ, വലിയ വലിയ തണ്ട് മാത്രം കളഞ്ഞാൽ മതി. മുരിങ്ങയില എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിലുണ്ടാവും. ഇപ്പോൾ അടുത്ത് പുറത്തൊന്നും ഇല്ലെങ്കിൽ തന്നെ മുരിങ്ങയിലയുടെ പൊടി കിട്ടും, അതെല്ലാം ഉപയോഗിച്ചാൽ മതി. ഇതിലേക്ക് 1 സ്പൂൺ ചോറാണ് കേട്ടോ ആഡ് ചെയ്യണത്. പിന്നെ 2 സ്പൂൺ കട്ട തൈരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചോറ് ആഡ് ചെയ്യണത് മുടി നല്ല സ്ട്രൈറ്റൻ പോലെ നിൽക്കാനാണ് നമ്മുടെ ചോറ് ആഡ് ചെയ്യണത്. പിന്നെ തൈര് എന്ന് പറഞ്ഞാൽ നമ്മുടെ താരനൊക്കെ നന്നായി മാറിക്കോളും തൈരും കൂടി ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് മൂന്നും കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. നമ്മുടെ ചോറും തൈരും മുരിങ്ങയില ഇലയും കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലാണ് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അരിക്കേണ്ടതൊന്നുമില്ല കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതെന്ന് പറഞ്ഞാൽ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ട് ഈ ഒരൊറ്റ ഹെയർ പാക്ക് മതി കേട്ടോ. നമ്മുടെ താരൻ മാറാനും, അതുപോലെ തന്നെ മുടി ചൊറിച്ചിലുണ്ടെങ്കിൽ, തലമുടി ചൊറിയുണ്ടെങ്കിൽ അതൊക്കെ മാറാനും, മുടി കൊഴിച്ചിൽ മാറാനും, മുടിക്ക് നല്ല തിക്നെസ് വരാനൊക്കെ ഈ ഒരൊറ്റ ഹെയർ പാക്ക് മതി. നമ്മുടെ അകാലനരയൊക്കെ തടയാൻ വേണ്ടി മുരിങ്ങയില ബെസ്റ്റാണ് കേട്ടോ. മുടിക്ക് കറുപ്പ് നിലനിർത്താൻ നമ്മുടെ മുരിങ്ങയില പാക്ക് മതി. അപ്പോൾ ഇത് ഞാൻ വേറൊരു ബോളിലേക്കൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് വന്നിട്ട് ആഴ്ചയിൽ 2 വട്ടം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലമുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറി മുടിക്ക് നല്ലൊരു സ്ട്രെങ്തനിങ് കിട്ടുന്നതായിരിക്കും. ഇതിലിപ്പോൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യണമെങ്കിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ തലമുടിയിലാണ് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതിന് ശേഷം മുടിയിലത്തെ കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം പാർട്ടാക്കിയിട്ട് നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കുക. സ്കാൽപ്പ് തൊട്ട് മുടിയുടെ അറ്റം വരെ തേച്ച് പിടിപ്പിക്കുക. ഒരു അരമണിക്കൂർ പിടിച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ പാക്ക് കണ്ട നല്ല തിക്നെസ്സിലിരിക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും തന്നെ ഒഴിച്ചു പോവില്ല. ഞാനപ്പോൾ സ്കാൽപ്പ് തൊട്ട് മുടിയുടെ അറ്റം വരെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാം. പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. ഷാമ്പോ സോപ്പോ ഒന്നും ഉപയോഗിക്കേണ്ടതില്ല. നന്നായി വെള്ളം നമ്മുടെ തലമുടിയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ പാക്കൊക്കെ റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, നല്ലൊരു തിളക്കം കിട്ടിയ പോലെ ഉണ്ട്. പിന്നെ ചോറ് ചേർത്ത കാരണം ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് മുടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആഴ്ചയിൽ 2 വട്ടം ഉപയോഗിച്ചാൽ മതി. നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടുക. ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോകണം കേട്ടോ. ഓക്കേ.